ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഉണ്ടായ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ താനാണ് മുൻകൈയെടുത്തത് എന്നവകാശപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഒന്നല്ല രണ്ടല്ല അനേകം തവണ ട്രംപ് ഈ നുണ ആവർത്തിച്ചു. ഒരിക്കൽ മാത്രം നമ്മൾ പ്രതികരിച്ചു. ഒരു കക്ഷിയുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഇടപെടാൻ വന്നവരെ എല്ലാം നമ്മൾ പിന്തിരിപ്പിച്ചു. നേരിട്ട് പാകിസ്ഥാന്റെ DGMO, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ, ഇന്ത്യയുടെ DGMOയെ വിളിച്ച് സംസാരിച്ചാൽ മാത്രമേ ഈ സംഘർഷത്തിന് അയവുണ്ടാവൂ എന്ന് നമ്മൾ വ്യക്തമായിട്ട് അവരെ അറിയിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഘർഷം അവസാനിച്ചത് എന്നും ഇന്ത്യ പലപ്പോഴും പല അവസരങ്ങളിലും ഇന്ത്യ അത് പറഞ്ഞു. പക്ഷേ വ്യക്തമായിട്ട് നേരിട്ട് പറയേണ്ടടത്ത് ഇന്ത്യ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ ട്രംപിൻ്റെ ഇത്തരം അവകാശവാദങ്ങൾക്ക്, പൊള്ളയായ അവകാശവാദങ്ങൾക്ക് ചുവട് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിൽബന്തി എന്ന് തന്നെ പറയാം, നാറ്റോയുടെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടോ. മാർക്ക് റൂട്ടെ രംഗത്ത് വന്നിട്ടുണ്ട്. മാർക്ക് റൂട്ടെ പറയുന്നത് ഈ ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ വ്ളാദിമിർ പുടിനോട് അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് നരേന്ദ്രമോദി ഫോണിലൂടെ ആവശ്യപ്പെട്ടു എന്നാണ് ഈ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CNN എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ ഗീർവാണം വെച്ച് കാച്ചിയത്. ഇതിന് തെളിവുകളോ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ പുടിൻ നടപടി സ്വീകരിച്ചെന്നോ ഒന്നും പറയാതെ കാടടച്ച് ഒരു വെടി അങ്ങ് പൊട്ടിച്ചു. അതും ഉണ്ടയില്ല വെടി. ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു. ഇന്ത്യയുടെ പറഞ്ഞതുപോലെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് വളരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അദ്ദേഹം മാർക്ക് റൂട്ടെയോട് പറഞ്ഞത്, ഇത്തരം ജൽപ്പനങ്ങൾ ദയവായി ഒഴിവാക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചും ഇന്ത്യയുടെ നയതന്ത്രത്തെക്കുറിച്ചും ഇന്ത്യയുടെ വിദേശകാര്യ ബന്ധങ്ങളെക്കുറിച്ചും ഇടപെടലുകളെക്കുറിച്ചും ഒക്കെ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ദയവായി നടത്തരുത്. ഞങ്ങൾക്ക് വളരെ ശക്തമായി പ്രതിഷേധമുണ്ട്. ഞങ്ങളതിനെ അപലപിക്കുന്നു. എന്തിനാണ് മാർക്ക് റൂട്ടെ ഇപ്പോൾ ഇത് പറഞ്ഞത് എന്ന് വ്യക്തമല്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ ഉക്രൈൻ റഷ്യ സംഘർഷം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ഇത് തുടങ്ങുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസന്നിഗ്ധമായിട്ടൊരു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോട് പറഞ്ഞത്, ഇത് യുദ്ധത്തിൻ്റെ കാലമല്ല എന്ന് ദയവായി മനസ്സിലാക്കൂ എന്നാണ്. അദ്ദേഹം ഒരു പക്ഷത്തും ചേർന്നില്ല. ഇന്ത്യ അങ്ങനെയാണ്, ആരുടെ പക്ഷത്തും ചേർന്നില്ല. അദ്ദേഹം പക്ഷേ പൊതുവായിട്ടൊരു അഭിപ്രായം പറഞ്ഞു, ഇത് യുദ്ധത്തിൻ്റെ കാലമല്ലെന്ന് ദയവായി മനസ്സിലാക്കൂ എന്ന്. പുടിൻ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. അന്ന് അതേ അവസരത്തിൽ തന്നെ ഉക്രൈൻ്റെ ഭരണാധികാരി വ്ളാദിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടത്, ഇന്ത്യയും നരേന്ദ്രമോദിയും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണം ഇതിൽ. നരേന്ദ്രമോദി ഇടപെട്ടാൽ റഷ്യ പിൻവാങ്ങും, ഈ യുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങും എന്ന് സെലൻസ്കി അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ആ വിഷയങ്ങളിലൊന്നും ഇടപെടാൻ പോയില്ല. ആരുടെ ഭാഗത്തു നിന്നും സംസാരിച്ചില്ല. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് നമ്മൾ കടന്നു കയറില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ച് അത് പരിഹരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ നയം. നരേന്ദ്രമോദി അതിൽ ഉറച്ചു നിന്നു. സെലൻസ്കിക്ക് അറിയാം, റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ, ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നല്ലൊരു പങ്ക് വരുമാനം റഷ്യക്ക് കിട്ടുന്നത് ഇന്ത്യക്ക് എണ്ണ കൈമാറുന്നതിലൂടെയാണ്, എണ്ണ വിൽക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സമ്മർദ്ദം ചെലുത്തിയാൽ വ്ളാദിമിർ പുടിൻ ആയുധം താഴെ വെക്കും, വെടിനിർത്തലിന് തയ്യാറാകും എന്ന് സെലൻസ്കിക്ക് അറിയാം.
പക്ഷേ അത്തരത്തിലൊരു ഒരു ഒരു മാർഗം, ഒരു ചൂഷണം, അതായത് ഞങ്ങൾ എണ്ണ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിച്ചു കൊള്ളണം, അങ്ങനെ ഒരു നയം ഇന്ത്യക്കില്ല. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസന്നിഗ്ധമായിട്ട് തന്നെ പറഞ്ഞു. ഇനി ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്കുള്ള കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ള പ്രയാസം, ഈ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യൻ രൂപ കൊടുത്ത് എണ്ണ വാങ്ങുന്നു. കച്ചവടം നടക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കറൻസിയിലാണ്, ഡോളറിലല്ല. ലോകത്ത് എവിടെ ആരെണ്ണ വിറ്റാലും അത് ഡോളറിൽ വിറ്റുകൊള്ളണം. ഡോളറിൽ വിറ്റില്ലെങ്കിൽ അറിയാമല്ലോ ഇറാൻ്റെ ഗതി, ഞങ്ങളത് വരുത്തും. അപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന്, പ്രത്യേകിച്ച് സൗദി, അതുപോലെ തന്നെ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന്, അറേബ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ അത് ഡോളറിൽ മാത്രമേ വാങ്ങാൻ സാധിക്കൂ. കാരണം അവിടെ എല്ലാം അമേരിക്ക ആ തരത്തിലാണ് കൊനഷ്ട് കുരുക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്, മിലിറ്ററി ബേസുകളുണ്ട്, എയർ ബേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മറ്റ് ചില കാര്യങ്ങളിൽ കൂടി അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ചും ഈ രാജ്യങ്ങൾക്കൊന്നും സുശക്തമായ സൈന്യമില്ല. അവിടെയൊക്കെ പോലീസുണ്ട്, പക്ഷെ സുശക്തമായ സൈന്യമോ അതിനുള്ള ടെക്നോളജിയോ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് അവർ ഈ അമേരിക്കയുടെ സേവനം ആവശ്യപ്പെടുന്നത്. അങ്ങനെ സേവനം നൽകാൻ വരുമ്പോൾ, പണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കലഹിച്ചു കൊണ്ടിരുന്ന നാട്ടുരാജ്യങ്ങൾ ഇതുപോലെയാണ് സായിപ്പിനെ വിളിച്ചു കയറ്റിയത്. കാരണം സായിപ്പിൻ്റെ അത്യന്താധുനികമായ ആയുധങ്ങളുണ്ട്, തോക്കും പടക്കോപ്പുകളും പീരങ്കിയും ഒക്കെ ഉണ്ട്. ഇതുപയോഗിച്ച് തൻ്റെ അയൽക്കാരനായ നാട്ടുരാജാവിനെ വകവരുത്താം, യുദ്ധത്തിൽ തോൽപ്പിക്കാം, എന്നിട്ട് അതും കൂടെ ഇങ്ങ് പിടിച്ചടക്കാം എന്നൊക്കെയാണ് നമ്മുടെ രാജാക്കന്മാർ കരുതിയിരുന്നത്. അങ്ങനെയാണ് അവർ സായിപ്പിന് ഈ മണ്ണിൽ കാലുകുത്താൻ ഇടം കൊടുത്തത്. അവസാനം ഒട്ടകത്തിന് തലവയ്ക്കാൻ ഇടം കൊടുത്ത അറബിയുടെ അവസ്ഥയായി പോയി നമ്മുടെ നാട്ടുരാജാക്കന്മാർക്ക്. ഒരു രാജാവിനൊപ്പം ചേർന്ന് മറ്റൊരു രാജാവിനെ ഇല്ലായ്മ ചെയ്ത ബ്രിട്ടീഷുകാർ കപ്പം പിരിക്കാൻ എന്ന പേരിൽ വലിയ ചുങ്കങ്ങൾ ചുമത്തി അവസാനം ഈ നാട്ടുരാജാവിനെയും വിഴുങ്ങിയ, അല്ലെങ്കിൽ ആ നാട്ടുരാജ്യത്തെയും വിഴുങ്ങിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇതുപോലെയാണ് ഇന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് പറ്റിയിരിക്കുന്നത്. അവർ അമേരിക്കയ്ക്ക് ഇടം കൊടുത്തതിലൂടെ വലിയ അബദ്ധമാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ രാജ്യാന്തര വിഷയങ്ങളാണ്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇത്തരത്തിൽ അമേരിക്കൻ ഡോളറിൽ കച്ചവടം നടത്തണം എന്നുള്ള അമേരിക്കയുടെ പിടിവാശി ഇന്ത്യക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ നമ്മൾ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ അറിയാം, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ. അതിൽ സാമന്ത രാജ്യങ്ങൾ വേറെയും വന്ന് ചേരുന്നുണ്ട്. സൗഹൃദ രാഷ്ട്രങ്ങൾ, ബ്രിക്സ് സൗഹൃദ രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞ് വേറെയും രാജ്യങ്ങൾ ചേരുന്നുണ്ട്. അവിടെ അതിൻ്റെ രൂപീകരണവും വളർച്ചയും ഒക്കെ അമേരിക്കയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും റഷ്യ, ഇന്ത്യ, ചൈന എന്ന അച്ചുതണ്ട് അതിൽ ശക്തമായിട്ട് വരുന്നത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാകുമോ എന്ന് പോലും അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ബ്രിക്സ് രാജ്യങ്ങളെയും പ്രത്യേകിച്ച് ഇന്ത്യയെയും റഷ്യയും ചൈനയും എതിർത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ലോക വ്യാപാരത്തിൻ്റെ കുത്തക അത് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കണം എന്ന, പ്രത്യേകിച്ചും എണ്ണ വ്യാപാരത്തിൻ്റെ കുത്തക ഞങ്ങളുടെ കയ്യിൽ ഇരിക്കണം എന്ന അമേരിക്കയുടെ ധാർഷ്ട്യത്തിനേറ്റ ഏറ്റവും വലിയ അടിയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ റഷ്യയും ഇന്ത്യയും ഒരുപോലെ ഒതുക്കാൻ അവർ അവസരം കാത്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ ഈ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയുടെ ഈ പ്രസ്താവനയെ നോക്കിക്കാണേണ്ടത്. ഇത് ട്രംപ് അറിയാതെ, അമേരിക്ക അറിയാതെ മാർക്ക് റൂട്ടെ ഒരിക്കലും പറയില്ല. ഈ നാറ്റോ സഖ്യരാഷ്ട്രങ്ങളുടെ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സെലൻസ്കി റഷ്യയുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായത്. പക്ഷേ വിചാരിച്ച പോലെ യാതൊരു പിന്തുണയും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഒരേ സമയം റഷ്യയും ഇന്ത്യയെയും ഒതുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം പോകാൻ സാധിക്കുമോ അത്രത്തോളം പോകും എന്നാണ് അമേരിക്ക, പ്രത്യേകിച്ചും ട്രംപ് അതിനുവേണ്ടി എന്തും ചെയ്യും എന്നാണ് ഈ സമീപകാല സംഭവങ്ങൾ നമുക്ക് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും മാർക്ക് റൂട്ടോയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് ട്രംപിൻ്റെ ആശയം തന്നെയാണ്, ട്രംപിൻ്റെ നിലപാട് തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല.